ഈ കരച്ചിലുകൾ ഫലസ്തീനിലെ മക്കളുടേതാണ്. നമുക്കുമുണ്ടല്ലോ മക്കൾ. പൊന്നുമക്കളുടെ പൊട്ടിക്കരച്ചിലുകൾ കണ്ടോ നിങ്ങൾ? ഈ പോരാട്ടം. വീട്ടിൽ പട്ടിണിയാണ്, ഭക്ഷണമില്ല. വെടിയുണ്ടകൾ ഏറ്റിട്ടാണെങ്കിൽ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിനായാണ് ഇവർ ഈ ഓട്ടം ഓടുന്നത്. അതെ, വിഭവസമൃദ്ധമായ ഭക്ഷണമോ ഒന്നുമല്ല. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം 25 ആളുകൾ വെച്ച് ഓരോ ദിവസവും മരണമടയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 15 ദിവസത്തിനകം തന്നെ 500-ലധികം ആളുകൾ ഈ ഭക്ഷണത്തിനായുള്ള പോരാട്ടത്തിൽ വെടിയുണ്ടയേറ്റ് മരിക്കുകയുണ്ടായി. അവർക്ക് പട്ടിണിയേക്കാൾ വലുതല്ല വെടിയുണ്ടകൾ എന്ന അവസ്ഥ വന്നിരിക്കുന്നു. 55 ലക്ഷം ആളുകളെയാണ് ഗാസ എന്ന തുറന്ന ജയിലിൽ ഇസ്രായേൽ പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ അവർ വെടിവെച്ച് കൊല്ലും, ഇഷ്ടമുള്ള സ്ഥലത്ത് അവർ ബോംബുകൾ വർഷിക്കും. ഇവരെ മനുഷ്യരായി പോലും അവർ കണക്കാക്കുന്നില്ല. ഇസ്രായേൽ എന്ന അധിനിവേശ സയനിസ്റ്റ് റെജീമിൻ്റെ ഭീകരതകൾ ലോകം എത്ര നാൾ കയ്യും കെട്ടി നോക്കി നിൽക്കും? ഇത് ഇങ്ങനെയും തുടരുമോ?